അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 അല്ലി വലിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താലും മതി. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അടപ്പ് മാറ്റിയിട്ട് നമ്മളിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എടുക്കാം. അപ്പോഴാ ചിക്കനിലെ കുരുമുളക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പട്ട എടുത്ത് മാറ്റാം. ഞാനിതിലേക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് മയണൈസാണ്, ഗാർലിക് മയണൈസ്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ 2-3 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മയണൈസിൻ്റെ വീഡിയോ കാണിക്കാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിലിട്ട ക്യാരറ്റും കുക്കുംബറും എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ കുരു മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയണൈസിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. മയണൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ചെറുതായിട്ട് പൊടിച്ച് വെച്ച ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചതുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ മയണൈസൊക്കെ ചിക്കനിലും ഇതിലൊക്കെ കൂടെ മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സാൻഡ്വിച്ചിൽ 3 ബ്രെഡാണ് എടുക്കുന്നത്. അതുപോലെ ഞാനൊരു പാക്കറ്റ് മൊത്തം ബ്രെഡും എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാൻഡ്വിച്ചിന് ഫില്ലിങ് എത്ര വേണ്ടത് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ബ്രെഡ് വെച്ചിട്ട് വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സാൻഡ്വിച്ചും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ചൂടാക്കിയാലും മതി. നമുക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ല സാൻഡ്വിച്ച്. അപ്പോൾ ഇനി ഈ സാൻഡ്വിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.